നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഞാൻ താമസമാക്കിയിട്ട് 2014 മുതൽ 2024 വരെ 10 വർഷമായി. 10 വർഷമായിട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ വരുമോ, ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഇവിടെ റോഡുണ്ടോ, പിള്ളേർ പഠിക്കുന്നുണ്ടോ, വീടുണ്ടോ, കട കൊണ്ട് വിഷമിക്കുന്നുണ്ടോ, അസുഖങ്ങളുണ്ടോ, ഇവിടെ നേരുവേണ്ട കറണ്ട് കിട്ടുന്നുണ്ടോ, നേരുവേണ്ട വാട്ടർ വെള്ളം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ആളുകളും വന്ന് അന്വേഷിച്ചിട്ടില്ല. ആശാ വർക്കറുണ്ട്, അവരും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ വന്ന് അത്യപൂർവത്തിലിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണമല്ലാണ്ട്, നോട്ടീസൊക്കെ എന്തെങ്കിലും വീട്ടിലിട്ടിട്ട് പോകണമല്ലാണ്ട് ഇവിടെ ഒന്നിനും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ അന്ന് കെട്ടിടത്തിൻ്റെ പണിക്ക് വേണ്ടി പെർമിറ്റ്, അതുപോലെ തന്നെ കംപ്ലീഷൻ എല്ലാം ചെയ്ത് പെർമിറ്റ് കിട്ടുന്ന നേരത്ത് അവിടെ പോകും ഇവിടെ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോയില്ല. ലാസ്റ്റ് അവർ തന്നെ നമ്പറിട്ട് അതിൻ്റെ ഫീസ് അടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അവർ നികുതി പണം ഓരോ വർഷത്തിലെ പഞ്ചായത്തിലെ ബിൽഡിംഗ് ടാക്സ് അവർ പഞ്ചായത്തിൽ കൊന്നടിക്കണമെന്ന്. പിന്നെ അവർ എവിടെയെങ്കിലും ഒരു ബൂത്തിൽ വന്ന് പൈസ അടിക്കും. ഇതൊന്നും പഞ്ചായത്തിൽ പോയി അടിക്കണം. പൈസ ഉള്ളവർ പഞ്ചായത്തിൽ പോയി അടിക്കും. ബൂത്തിൽ വരുമ്പോൾ പൈസ ഉള്ളവർ അവിടെ അടിക്കും. അല്ലാത്തവരുടെ പൈസ വീട്ടിൽ നിന്ന് അത് അടയ്ക്കാത്തവരുടെ ലിസ്റ്റ് നോക്കി അത് അടയ്ക്കണം. അതിന് ഇവർ പഞ്ചായത്തുകാർ അതൊന്നും ചെയ്യാണ്ട് ഒരു ദിവസം 1000 മുതൽ 5000 രൂപ ശമ്പളം മേടിച്ച് ചുമ്മാ വർത്താനം പറഞ്ഞ് ഓരോ ദിവസങ്ങളും പോയിട്ട് ഇതിൻ്റെ എല്ലാ പൈസകൾ ഇവിടുത്തെ സാധാരണക്കാരുണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഇത്രയും വർഷമായി ഓരോ വർഷത്തെ നികുതി പണം വന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതിന് പകരം അവർ പിരിക്കൂല, ഇങ്ങനെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കും. എന്നിട്ടിപ്പോൾ അവർ പറയുകയാണേ ജപ്തി ചെയ്യും, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ചെയ്യും. നിങ്ങൾ ജപ്തി ചെയ്യോ പ്രോസിക്യൂഷൻ ചെയ്യോ, ഇതിനെല്ലാത്തിനേക്കാൾ നല്ലത് നിങ്ങൾ തൂക്കി കൊല്ലുകയാണ്. പ്രോസിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജയിലിലടിക്കുമ്പോൾ ബിരിയാണിയും തന്തൂരിയൊക്കെ അല്ലെങ്കിൽ സാമ്പാറും അവിയലും ഒക്കെ കൂട്ടി ഊണ് നൽകണം, മട്ടൻ ബിരിയാണി നൽകണം, ഇതൊക്കെ നൽകണം. അതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ഉചിതം. നിങ്ങൾ ചെയ്യാത്ത പ്രവൃത്തി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടെന്ന കാരണം മറ്റുള്ളവരുടെ അടുത്ത് വന്നത് വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. പൈസ ഉണ്ടെങ്കിൽ അവിടെ കൊന്നടിക്കും, ഇല്ലാത്തവരടിക്കൂല. അപ്പോൾ അത് വന്ന് വീട്ടിൽ വരുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ അടിക്കും. അതാണ് ചെയ്യേണ്ടത്. അത് വന്ന് മേടിച്ച് പോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് ഇപ്പം തൂക്കിക്കൊല്ലുന്നു. എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്.